പ്രിയപ്പെട്ട യോഗാധ്യക്ഷൻ, ദളിത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രിയങ്കനായ പ്രസിഡന്റ് ശ്രീ പി ബാബു, MLA ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, തലമുതിർന്നവരെ, ഏപ്പേട്ടൻ്റെ ഉണ്ണിയേട്ടൻ്റെ സഹധർമ്മിണി ഉൾപ്പെടെ മകൾ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെ, ദളിത് ലീഗിൻ്റെ ഭാരവാഹികളെ, നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ കൂപ്പുകൈ. വേദിയിൽ പ്രവാസി ലീഗിൻ്റെ നേതാവ് മുന്നൂർ സാഹിബുണ്ട്. അതേപോലെ MSF യൂത്ത് ലീഗ് നേതാവ് TP അഷ്റഫ് അലി ഉണ്ട്. തുടങ്ങിയ ആളുകളൊക്കെ ഇനിയും ഇവിടെ സംസാരിക്കാനുണ്ട്. ഏതാണ്ട് മണി 1 ആയിട്ടുമുണ്ട്. ഒട്ടേറെ ആളുകൾ APയെ വളരെ മനോഹരമായി നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കണം എന്ന് ഉദ്ദേശിക്കുന്നില്ല. AP ഉണ്ണികൃഷ്ണൻ കുന്ദമംഗലം അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിന്നും കേരള നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോഴാണ്, ആ വേളയിലാണ് ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന ഞാൻ APയെ കാണുന്നതും പരിചയപ്പെടുന്നതും. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് അദ്ദേഹവുമായ ആ വ്യക്തിബന്ധം നിലനിർത്തി മുന്നോട്ട് പോകാൻ, ആ വ്യക്തിബന്ധം ഒരു കുടുംബബന്ധമായി നിലനിർത്തി മുന്നോട്ട് പോകാനും ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. AP നമ്മുടെയൊക്കെ മനസ്സിൽ വല്ലാതെ ഇടം പിടിച്ച ഒരു നേതാവാണ്. ദളിത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയൊക്കെ AP ആവുന്നത് അദ്ദേഹം മുസ്ലിം ലീഗ് ആയതിനു ശേഷമാണ്. APയുടെ ഭാഗത്തോളം APയുടെ 1, 2, 3 മുസ്ലിം ലീഗാണ്. AP. ആ ലീഗിനെയാണ് AP നെഞ്ചേറ്റിയത്. ഇന്നത്തെ കാലത്ത് നമ്മളൊക്കെ APയെ മാതൃകയാക്കും എന്ന് പറയുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ മുസ്ലിം ലീഗാവണം. ഞാൻ ഓർക്കുന്നുണ്ട്, ചില പ്രദേശങ്ങളിലൊക്കെ മുസ്ലിം ലീഗ് പരിപാടികൾ ഉണ്ടാകുമ്പോൾ അവിടെ ദളിത് ലീഗ് പ്രവർത്തകന്മാർ കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അത് പറ്റില്ല. AP അങ്ങനെ ആയിരുന്നില്ല. മുസ്ലിം ലീഗ് പിന്നെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും മുൻനിരയിൽ മുൻനിരയിൽ നിൽക്കാനും അതിനോടൊപ്പം സജീവമായി ചേർന്ന് നിൽക്കാനുമുള്ള ആ ഒരു സന്മനസ് എല്ലാ ദളിത് ലീഗ് പ്രവർത്തകന്മാരിലും ഉണ്ടാവണം. നമ്മളൊക്കെ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യവും നടന്നോളന്നില്ല. അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ ചെറിയൊരു പോരായ്മയോ പ്രയാസം ഉണ്ടാവുമ്പോൾ ആ സമയം പാർട്ടിയെ തള്ളി പറയുകയും മാറി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവാതെ പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കണം എന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. APയുടെ ഭാഗത്തോളോ ഇപ്പം നമ്മൾ ഈ സദസ്സ് കണ്ടല്ലോ, AP നമ്മളിൽ നിന്ന് അകന്നുപോയി. 1 വർഷം പൂർത്തിയാവുകയാണ്. വർഷം പൂർത്തിയായി. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുകയാണ്. നേരത്തെ ഫിറോസ് സൂചിപ്പിച്ചു, APയുടെ മകൾ യൂത്ത് ലീഗിൻ്റെ മെമ്പർഷിപ്പ് എടുത്തിരിക്കുകയാണ്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നതാണ്, കേൾക്കുന്നതാണ്, അറിയുന്നതാണ്. സുധീഷ് മുസ്ലിം ലീഗിൻ്റെ, യൂത്ത് ലീഗിൻ്റെ, MSFൻ്റെ ഒക്കെ പരിപാടികളിൽ നിരന്തരമായി ഇടപെട്ടു പോകുകയാണ്. നമ്മൾ കാണുന്ന ഒരു വലിയ മാതൃക AP മാത്രം ലീഗാവല്ല, AP കുടുംബസമേതം ലീഗായതാണ്. കുടുംബത്തെ ഒന്നിച്ചു ചേർത്ത് ലീഗായതാണ്. നമ്മളിൽ പല ആളുകളും അങ്ങനെയല്ല, നമ്മൾ മാത്രം ലീഗാവുകയാണ്. നമ്മളെല്ലാവരും നമ്മുടെ കുടുംബത്തെ കൂടി ലീഗാക്കുന്നതിന് വേണ്ടി ഒരു പ്രവർത്തനം, ഒരു സന്മനസ് നമ്മൾ കാണിക്കണം എന്നുകൂടിയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ APയെ മാതൃകയാക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മളൊക്കെ ശ്രദ്ധിക്കണം എന്നുകൂടിയാണ് ഞാനിവിടെ അനുബന്ധമായി
പറയുന്നത്. ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി പത്രമാധ്യമ പ്രവർത്തകന്മാരും ദളിത് ചിന്തകന്മാരും ഒക്കെ പറയുന്ന ഒരു കാര്യവും SCP TSP ഫണ്ടുകൾ 1/4 പോലും ചെലവാക്കാൻ ഈ ഗവൺമെന്റ് 9 വർഷമായിട്ട് അവരുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ അവർ തയ്യാറാവുന്നില്ല എന്നുള്ള ഒരു വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. സ്വാഭാവികമായും അതിനെതിരെ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ദളിത് ലീഗിന്റെ ഭാഗത്തോളം അതിനെതിരെ ശബ്ദമുയർത്താൻ ലഭ്യമാവുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നുകൂടിയാണ് സാന്ദർഭികമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടുത്തെ ഈ കുറഞ്ഞ കാലത്തിൻ്റെ ഇടക്ക് വയനാട് ഉൾപ്പെടെയുള്ള ദളിത് മേഖലകളിൽ 6ഓളം ദളിത് സഹോദരങ്ങൾ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. ആത്മഹത്യ എന്ന് പറയുന്നത് നേർക്കുനേരെ അവരൊക്കെ പോയി ആത്മഹത്യ ചെയ്തതല്ല. അതിന് തക്ക രൂപത്തിലേക്കുള്ള പീഡനങ്ങളും അവഹേളനങ്ങളും അപമാനവും ഒക്കെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടായതിൻ്റെ പേരിലാണ്, സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതിൻ്റെ പേരിലാണ് അവരൊക്കെ ആത്മഹത്യ ചെയ്യേണ്ടുന്ന സാഹചര്യം ഉണ്ടായത്. നിങ്ങളൊക്കെ കേട്ട് കാണാൻ മതിയാവും. വീഡിയോ വാട്സാപ്പിലൂടെ വന്ന സന്ദേശം. ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയോട് സംസാരിച്ചു പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് അവനെ പോലീസ് ബലമായി പിടിച്ചു കൊണ്ടുപോയി അവൻ്റെ പേരിൽ കേസെടുക്കുകയാണ്. അവൻ ആ കാര്യങ്ങളെല്ലാം അതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തുണ്ടായ കാര്യങ്ങളെല്ലാം ഒരു വീഡിയോ ചെയ്തു സമൂഹത്തെ അറിയിച്ചാണ് അവൻ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ ഈ പിണറായി ഗവൺമെന്റിന്റെ ഭരണകാലത്ത് ഈ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭാഗത്തോളം അതൊക്കെ കാണാനും കേൾക്കാനുമുള്ള ഒരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും മുസ്ലിം സമൂഹത്തിന്റെ കാര്യങ്ങൾ പറയാൻ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് ഇവിടെയുണ്ട്. യുവാക്കളുടെ കാര്യം പറയാൻ യൂത്ത് ലീഗ് ഇവിടെയുണ്ട്. പ്രവാസികളുടെ കാര്യം പറയാൻ പ്രവാസി ലീഗ് ഇവിടെയുണ്ട്. വനിതകളുടെ കാര്യം പറയാൻ വനിതാ ലീഗ് ഇവിടെയുണ്ട്. ഇവിടെ ഇല്ലാത്തത് പൊതുവായ ദളിത് വിഷയങ്ങൾ ഇടപെടാനാണ്. ആ വിഷയം ഇടപെടുന്നതിലെ ദളിത് ലീഗ് ആ സ്പേസ് പൂർണ്ണമായും കണ്ട് ഇടപെട്ട് ആ രംഗത്ത് ഇടപെടണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. AP ഭാഗത്തോളം കേരളത്തിൻ്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ യാത്ര ചെയ്തു, പരിപാടികളിൽ പങ്കെടുത്തു, ആളുകളെ കണ്ട്, ആളുകളെ സഹായിച്ച്, അവരൊക്കെ ചേർത്ത് പിടിച്ചു. അങ്ങനെയാണ് ഈ സംഘടനാ പ്രവർത്തന രംഗത്ത് കടന്നുപോയിട്ടുള്ളത്. തീർച്ചയായും നമ്മുടെ പ്രവർത്തകന്മാരിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ പ്രവർത്തകന്മാരെ ചേർത്ത് പിടിച്ചു പരമാവധി ദളിത് വിഷയങ്ങളിൽ ഇടപെട്ട് പരമാവധി ദളിത് സംഘടനകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രൂപത്തിലേക്കുള്ള ഇടപെടലും പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ ഈ ദളിത് ലീഗ് സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈ രൂപത്തിലുള്ള ഒരു മികവാർന്ന പരിപാടി ഇവിടെ സംഘടിപ്പിച്ച സംസ്ഥാന ദളിത് ലീഗ് കമ്മിറ്റിയുടെ മുഴുവൻ ഭാരവാഹികളെയും ഹൃദയം നിറഞ്ഞു അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധമായ ആശംസയും നേരുന്നു. AP ഓർമ്മയ്ക്ക് മുമ്പിൽ കണ്ണുനീർ പൂക്കളർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിടവാങ്ങുന്നു. അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്.